ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ മാസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീടിന് ചുറ്റുമുള്ള ലൈറ്റുകൾ അത്യാവശ്യം വേണ്ട ലൈറ്റുകളൊക്കെ തെളിയാറുണ്ട്. അപ്പോൾ ആ തെളിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന 1 വേ സ്വിച്ച് ആണോ 2 വേ സ്വിച്ച് ആണോ എന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് നോക്കുന്നത്. നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്നത് 2 വേ സ്വിച്ചുകളാണ് കൊടുക്കുന്നത്. അത് ഈ 2 വേ സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ ലൈറ്റുകൾ ഏതൊക്കെ മാസ്റ്ററിലാണോ തെളിയേണ്ടത് അതിന് വേണ്ട ലൈറ്റുകളെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് 2 വേ സ്വിച്ചിലാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് നോക്കുക. നമുക്ക് താഴെ കണ്ട മാസ്റ്ററിൻ്റെ കണക്ഷൻസ് താഴെയാണ്, ഒരു സ്വിച്ചിൻ്റെ താഴെയാണ് കൊടുക്കുന്നത്. ബാക്കി 2 ഇൻവെർട്ടർ ഫേസ് വന്നിരിക്കുന്നത് ഒരു സ്വിച്ചിൻ്റെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ലൈറ്റിൻ്റെ ലീഡ് ആ സ്വിച്ചിൻ്റെ സെൻറ്ററിലെ പോളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 വേ സ്വിച്ചിന് 3 പോളുകളാണുള്ളത്. 3 പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ പോളിൽ നിന്നും മുകളിലത്തെ പോളിലേക്കാണ് കണക്ഷൻ കിട്ടുന്നത്. ഒരു സ്വിച്ച് ഓഫായി കിടക്കുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ പോളിൽ നിന്ന് താഴത്തെ പോളിലേക്കാണ് അതിൻ്റെ കണക്ഷൻ ഓൾറെഡി ഉണ്ടാവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് എപ്പോഴും സ്വിച്ചിന് കണക്ഷൻ കോൺടാക്ട്സ് ഉണ്ടാവും. അതായത് ഈ പറയുന്ന 3 സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട. ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്ലം നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് കണ്ടു. അതായത് 2 വേ സ്വിച്ചിന് ഓരോ വരകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ആരോ മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് 2 വേ സ്വിച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പം. ഇപ്പോൾ 2 വേ സ്വിച്ചുകളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് 2 വേ പർപ്പസ് നമ്മുടെ ബെഡ്റൂമിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ റൂമുകളിൽ നമ്മളെ AC മാസ്റ്ററിൻ്റെ സ്വിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വരുന്ന കണക്ഷൻസാണ് മാസ്റ്ററിൻ്റെ വയറായിട്ട് വരുന്നത്. അത് നമ്മുടെ DBയിലേക്ക് എല്ലാ റൂമുകളിൽ നിന്നും വന്നതിന് ശേഷം ഒന്നിച്ച് ലിങ്ക് ചെയ്ത് ഈ പറയുന്ന സെക്ഷനുകളിൽ ിലാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാസ്റ്ററിൻ്റെ വയർ നമുക്കൊന്ന് കാണാം. മാസ്റ്ററിൻ്റെ വയറാണ് നീല വയർ 1.5 മാസ്റ്ററിൻ്റെ വയർ 1.5 ആണ് നമ്മൾ കൊടുക്കുന്നത്. നീല വയറാണ് കൊടുക്കുന്നത്. അത് 2 വേ സ്വിച്ചിൽ, അതായത് പുറത്തെ മാസ്റ്റർ ലൈറ്റുകൾ തെളിയിട്ട് എല്ലാ സ്വിച്ചുകളുടെയും താഴെയായിട്ട് ലിങ്ക് ചെയ്യുന്നു. മുകളിൽ നമ്മൾ ഏതാണോ വേണ്ടത് ഫേസ്, ഇൻവെർട്ടർ ഫേസ് വേണമെങ്കിൽ ഇൻവെർട്ടർ ഫേസ്, സാധാ ഫേസ് വേണമെങ്കിൽ സാധാ ഫേസ്. ഇപ്പോൾ സാധാ ഫേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇൻവെർട്ടർ ഫേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ കണക്ഷൻസും ഇതിപ്പോൾ 18 മോഡ്യൂളിൻ്റെ ബോക്സാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്ന മുകളിൽ കാണുന്ന എല്ലാ സ്വിച്ചുകളും തന്നെ മെയിൻ കൺട്രോളിങ് ആയതുകൊണ്ട് എല്ലാ സ്വിച്ചുകളും മാസ്റ്റർ ലൈറ്റ് തെളിയുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ വരുന്നത്, അതായത് നമ്മുടെ മെയിൻ സ്വിച്ച് ബോർഡ്, ഒരു വീടിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡ് വരുന്നത് നമുക്ക് എല്ലാ മാസ്റ്ററിൽ തെളിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാ ഫേസ് നമുക്ക് കൊടുക്കാം, ഇൻവെർട്ടർ ഫേസും കൊടുക്കാം. ഇതിപ്പോൾ ആദ്യത്തെ സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടർ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ സ്വിച്ചുകളും സാധാ ഫേസിലാണ് കൊടുത്തിരിക്കുന്നത്. അത് KCBയിലേക്കാണ് കൊടുത്തത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടറിലും ഫാനും ഒരു ലൈറ്റും ഇൻവെർട്ടറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ വരുന്ന എല്ലാ പോളുകളും മാസ്റ്ററിൻ്റെ ലൈനായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാസ്റ്ററിൻ്റെ കണക്ഷൻസ് താഴെ വരുന്ന എല്ലാ കണക്ഷൻസും എല്ലാ സ്വിച്ചിൻ്റെ താഴെ വരുന്ന എല്ലാ പോളുകളും ഒന്നിച്ച് ലിങ്ക് ചെയ്തതിന് ശേഷം മാസ്റ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് 1.5 നീലയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ പറയുന്ന മാസ്റ്ററിൻ്റെ സ്വിച്ച് ഇട്ട് കഴിയുന്ന സമയത്ത് എവിടേക്കാണോ ലൈറ്റ് തെളിയേണ്ടത് ആ ലൈറ്റുകൾക്കെല്ലാം 2 വേ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ ഒരു മെയിൻ സെൻറ്റർ ഏരിയ, അതായത് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്ന എല്ലാ മാസ്റ്ററിൽ അത്യാവശ്യം തെളിയുന്നതാണെങ്കിൽ, വീടിന് ചുറ്റുമുള്ള ലൈറ്റുകൾ തെളിയണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മാസ്റ്ററിന് വരുന്ന എല്ലാ സ്വിച്ചുകളും 2 വേ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം നമ്മൾ ഏതിലാണ് വേണ്ടത്. മാസ്റ്ററിൽ വർക്ക് ചെയ്യേണ്ട സ്വിച്ചുകളെല്ലാം തന്നെ ലൈറ്റുകളെല്ലാം തന്നെ ഇൻവെർട്ടർ ഫേസിൽ വേണോ അല്ലെങ്കിൽ നോർമൽ ഫേസിൽ വേണോ എന്ന് വ്യക്തമായിട്ട് ആദ്യമേ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാസ്റ്ററിൻ്റെ കണക്ഷൻ വരുന്നതും അതിൻ്റെ തന്നെ 2 വേ സ്വിച്ചുകൾ എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതെന്നും ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ട് അറിയിക്കാൻ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.